പുതിയ സർക്കാർ രൂപീകരിക്കാത്തതിനാൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പ്രതിസന്ധിയുണ്ടെന്നാണ് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ അഭിപ്രായം. മന്ത്രിതല ഇടപെടലുകൾ അനിവാര്യമായ സമയത്താണ് ഈ പ്രതിസന്ധിയെന്നും അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റിൽ പറയുന്നു. ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ജിബിൻ, ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടത് എന്തുകൊണ്ട്? ഗുഡ് മോർണിംഗ് SK. കാരണം ഈ വോട്ടെണ്ണൽ കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു മന്ത്രി വരാത്തത് കാരണം പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അല്പസമയത്തിന് മുമ്പ് ഒരു FB പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കാരണം വിദ്യാഭ്യാസ മേഖലയിൽ ഒരു മന്ത്രി എന്ന നിലയിൽ ഏറ്റവും അധികം ഇടപെടലുകൾ നടത്തേണ്ട ഒരു സമയമെന്ന് പറയുന്നത് അത് സ്കൂൾ തുറക്കുന്ന സമയമാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ച് SSLC പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഫലപ്രഖ്യാപനത്തിലൊക്കെ കഴിഞ്ഞ ദിവസം വരെ വലിയ രീതിയിലുള്ള അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. ഇത് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടാക്കിയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഈ FB പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് പ്രധാനമായും 5 കാര്യങ്ങളാണ്. SSLC ഫലപ്രഖ്യാപനത്തിൽ ആശയക്കുഴപ്പമുണ്ടായി, സ്കൂളുകൾക്ക് ഫിറ്റ്നസ് നൽകുന്നത് അവതാളത്തിലായി, പാഠപുസ്തക അച്ചടി മന്ത്രിതല നിരീക്ഷണം ഉണ്ടാകുന്നില്ല, അധ്യാപക പരിശീലനം SSK ഫണ്ട് തടസ്സപ്പെട്ടു, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ മന്ത്രിയില്ലാത്തത് മൂലം പ്രതികൂലമായി ബാധിക്കുന്നതാണ്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ പാഠപുസ്തക അച്ചടിയാണ്. കാരണം പാഠപുസ്തക അച്ചടി 75% പൂർത്തിയായെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് അവതാളത്തിലായിരിക്കുകയാണ്. ആ 75% നിന്ന് അച്ചടി പിന്നീട് പുരോഗമിച്ചിട്ടില്ല, മുന്നോട്ട് പോയിട്ടില്ല. സ്കൂൾ തുറക്കുന്ന സമയത്ത് എല്ലാ കുട്ടികൾക്കും പാഠപുസ്തകം എത്തിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയിലുള്ളത്. മറ്റൊന്ന്, ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഏറ്റവും അധികം നിർണായകമെന്ന് പറയുന്നത് സ്കൂളുകൾക്ക് ഫിറ്റ്നസ് നൽകുന്നതാണ്. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ്, സ്കൂളുകളിൽ പലതും ഓടുകൾ തകർന്നു വീഴുന്നു, ഒരു കുട്ടി ഷോക്കേറ്റ് മരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്കൂളിന്റെ ഫിറ്റ്നസ് ചെക്ക് ചെയ്യാൻ പോലും ഇതുവരെ നടപടികൾ ഉണ്ടായിട്ടില്ല എന്ന് കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് ഒരു മന്ത്രി ഇല്ലാത്തത് കാരണം അല്ലെങ്കിൽ ഒരു ഭരണസ്തംഭനത്തിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പോയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.